അബദ്ധം പറ്റി നിങ്ങൾ ഏതൊരു മുതല ഇൻഫെക്റ്റഡ് ഉള്ള കുളത്തിൽ വീണെന്ന് വെച്ചോ, ആ സമയത്ത് ഓബിയസ്ലി നമ്മളെ പോണൊക്കെ പേടിച്ചരണ്ട് കൈയും കാലൂട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അതിന്റെ അറ്റൻഷൻ നമ്മൾ പിന്നെ സീക്കോ. കാരണം ഓൾറെഡി നമ്മൾ വീണപ്പോൾ സ്പ്ലാഷ് ചെയ്തു, പിന്നെ നമ്മൾ കൈയും കാലോട്ട് വെപ്പായിട്ട് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എവിടാ നിൽക്കുന്നത്, അത് സെൻസ് ചെയ്ത് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വെപ്രാളം പിടിച്ചൊന്നും ചെയ്യാതെ പതുക്കെ സ്ലോ ആയിട്ട് മാക്സിമം ശബ്ദങ്ങളും വെള്ളം അനക്കമൊന്നും ഉണ്ടാക്കാതെ പതുക്കെ നീന്തി നമ്മൾ കരയിലേക്ക് അടുക്കാൻ നോക്കാം. ഇൻ കേസ് അതിലേതെങ്കിലും ഒരു മുതൽ നമ്മളെ കണ്ട് അറ്റാക്ക് ചെയ്യാൻ വന്ന് ചിലപ്പോൾ നമ്മളെ വന്ന് കടിച്ചു നിൽക്കണം. ആ സമയത്തും അങ്ങനെ സംഭവം ഉണ്ടാവാതിരിക്കണം. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മുതലയുടെ കണ്ണിലും മൂക്കിലും വായിലും ഒക്കെ ഇടിക്കുക. ഒരു കൈ കടിച്ചാണെങ്കിൽ ഇടിക്കുക, രണ്ട് കൈ കടിക്കുകയാണെങ്കിൽ രാമ തീർന്ന് സംഭവം കഴിയും. അപ്പം കഴിക്കുവാണെങ്കിൽ ഒരത്തെ കൈ നമ്മുടെ കൈ നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മൂക്കിലും കണ്ണിലൊക്കെ ഇടിച്ചത് വളരെ സെൻസിറ്റീവ് ആണ്. ഇപ്പം മുതലയുടെ കാര്യം മാത്രമല്ല, നമ്മളാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ മൂക്കിലും കണ്ണിലും ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ ദൈവം സഹായിച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേച്ച് പോകും. ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത് മുതലയുടെ അടുത്ത് നമ്മൾ എന്നാലും പോകുന്നില്ല. ഇൻ കേസ് അങ്ങാണം അബദ്ധം പറ്റി മുതലയുടെ ഫ്രണ്ടിലോ അതോണൊക്കെ ഏതായാലും ജീവികളുടെ മുമ്പിൽ അകപ്പെട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞുള്ള കാര്യം നമ്മൾ പറഞ്ഞതാട്ടോ.